ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ മൊഡ്യൂൾ 3 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു വന്നായിരുന്നു. അൽഗോരിതംസിൽ ക്രിംസ് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്താണ് രജിസ്ട്രാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കാനായിട്ട് നമ്മൾ പോകുവാണ്. രജിസ്ട്രാക്സ് അൽഗോരിതം എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കണക്റ്റഡ് ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിൽ നിന്നൊരു ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് തരുന്ന കണക്റ്റഡ് ഗ്രാഫ് ഒരു വെയ്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ആ വെയിറ്റ് യൂസ് ചെയ്ത് നമുക്കൊരു ഷോർട്ടസ്റ്റ് പാത്ത് അല്ല, ഒരു ഗ്രാഫിൽ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത ഗ്രാഫിൽ നിന്ന് ഒരു ആർബിട്രറി വെർട്ടെക്സിനെ എടുക്കുക എന്നുള്ളതാണ്. ആ ആർബിട്രറി വെർട്ടെക്സിനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ അതിന്റെ അഡ്ജസന്റ് വെർട്ടെക്സുകളിലേക്കുള്ള എഡ്ജുകളുടെ വെയിറ്റ് നോക്കും. ആ വെയിറ്റിലേക്ക് മിനിമം വെയിറ്റ് കൊടുക്കും. ആ രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ചെയ്തിട്ട് പോവുക. സോ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫാണ് നോക്കാം. ഇവിടെ നോക്കിയേ, നമുക്ക് എ ബി സി എഫ് ഐ എച്ച് ജി എന്ന ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ ഗ്രാഫിനകത്ത് ഞാനിപ്പോൾ ഒരു ആർബിട്രറി വെർട്ടെക്സ് ചൂസ് ചെയ്യണം. ഓക്കെ, ആർബിട്രറി വെർട്ടെക്സ് ആയിട്ട് ഞാനിപ്പോൾ എ എടുക്കുന്നു. സോ എ ഇസ് ദ ആർബിട്രറി വെർട്ടെക്സ്. അപ്പൊ നമ്മൾ ആ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എയുടെ അവിടെ എഴുതാൻ പോകുന്നത് 0 ഇൻഫിനിറ്റി എന്നായിരിക്കും. ഓക്കെ, എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എയുടെ അവിടുത്തെ ഡിസ്റ്റൻസ് 0 ആയിരിക്കും. അവിടുന്ന് ഇൻഫിനിറ്റി ഉള്ള ഏത് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള എഡ്ജുകൾ, ബാക്കിയുള്ള വെർട്ടെക്സുകൾ അല്ലെങ്കിൽ നോട്ട്സിന് വെയിറ്റുകളൊന്നും ഇല്ല. നിലവിൽ നമ്മൾ ഒരു വാല്യൂസും അസൈൻ ചെയ്തിട്ടില്ല. ആ വെർട്ടെക്സുകളൊക്കെ നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വെർട്ടെക്സുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ബി മൈനസ് ഇൻഫിനിറ്റി നൽകും. വിച്ച് മീൻസ് ഇവിടെ നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ പോയിന്റിൽ നമ്മൾ ഇതുവരെ വെയിറ്റ് കൊടുത്ത് അവിടെ ചെന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബി മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജി മൈനസ് ഇൻഫിനിറ്റി അങ്ങനെ എല്ലാത്തിനും കൊടുക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ആർബിട്രറി വെർട്ടെക്സ് ചൂസ് ചെയ്തു. ആ വെർട്ടെക്സ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വെർട്ടെക്സിൽ നിന്ന് എത്ര എഡ്ജുകൾ ഉണ്ടെന്ന് നോക്കണം. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ 3 എഡ്ജുകളാണ് കിട്ടുന്നത്. സോ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. ഈ 3 എഡ്ജ് നമ്മളെ വെയിറ്റ് നോക്കുക. ഒരിടത്ത് 10, ഒരിടത്ത് 14, ഒരിടത്ത് 17 ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് എയിൽ നിന്ന് ഈ ഓരോ വെർട്ടെക്സുകളിലേക്കും വരുന്ന വെയിറ്റ് നമ്മൾ അതിനാണ് ഇനി ഡിസ്റ്റൻസ് ആയിട്ട് എഴുതാൻ പോകുന്നത്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ബിന്ന് എഴുതുവാണെങ്കിൽ ബി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സ്പേസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 14 ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് എഴുതുന്ന രീതി. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 14 വെയിറ്റ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതേപോലെ അടുത്ത ഏതാ? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 10 യൂണിറ്റ് വരുന്നുണ്ട്. അടുത്ത നോക്കിയേ, എക്സ് ആണ് വരുന്നത്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എത്ര യൂണിറ്റ് ഉണ്ട്? 17 യൂണിറ്റ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഇതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാനായിട്ട് പോവാണ്. ഇതായിരിക്കും നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന എഡ്ജ് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് അവിടെ ഒരു വെയിറ്റ് 10 എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ ഈ ജിയിൽ നിന്ന് എത്ര എഡ്ജുകൾ പോകുന്നുണ്ടെന്ന് നോക്കും. നെക്സ്റ്റ് നമുക്ക് ജി ആണല്ലോ വരുന്നത്. ജി എയിൽ കൺസിഡർ ചെയ്യാം. അതിനകത്ത് നമുക്ക് ജി ഇപ്പൊ നമ്മൾ നോക്കുന്നു. ജിയിൽ നിന്ന് എത്ര എഡ്ജുകളാണ് നോക്കി. ജിയിൽ നിന്ന് ബിയിലേക്കുണ്ട്, എക്സിലേക്കുണ്ട്, ആൻഡ് ദെൻ ഐയിലേക്കുണ്ട്. ഇനി നമുക്ക് അതിന്റെ വെയിറ്റ്സ് ഒന്ന് എഴുതാം. ഇങ്ങനെ വെയിറ്റ് എഴുതാൻ വേണ്ടി വേറെ പാഠം എടുത്തേ ഉള്ളൂ. ഓക്കെ, ജിയിൽ നിന്നാണ് എഴുതുന്നത്. നമ്മൾ ബിയിലേക്ക് നോക്കാം. അപ്പൊ ഓൾറെഡി ജിയുടെ അവിടുത്തെ വാല്യൂ എന്താ? എന്ന് സ്റ്റാർട്ട് ചെയ്ത് 10 യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ 10 യൂണിറ്റ്സ് ആയിട്ടാണ് ജി നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ബിയിലേക്ക് നോക്കുവാണെങ്കിൽ ജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടോട്ടൽ 13 വരും. ഓൾറെഡി ഉള്ള 10 യൂണിറ്റ്സ് പ്ലസ് ജി ടു ബിയിലേക്ക് വരുന്ന ഈ 3 യൂണിറ്റ്സും കൂടെ ആഡ് ചെയ്ത് 13 എന്ന് വരും ബിയുടെ അവിടുത്തെ വാല്യൂ. ഇനി അടുത്ത് എങ്ങോട്ട് പോകുന്നത്? അടുത്ത് പോയിരിക്കുന്നത് എച്ച് ആണ്. എച്ചിലേക്ക് ആകുമ്പോൾ എന്ത് വരും? എച്ചിലേക്ക് നമുക്ക് വന്നിരിക്കുന്നത് 6 യൂണിറ്റ്സ് ആണ്. സോ 10 പ്ലസ് 6 16 ആകും അവിടുത്തെ വാല്യൂ. അതേപോലെ അടുത്ത ഐ ആണ്. ഐയിൽ വരുമ്പോൾ എന്ത് വരുന്നത്? ജിയിൽ നിന്ന് 10 പ്ലസ് 4 14 യൂണിറ്റ്സ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ നോക്കി, ബിയിലേക്കാണ് അല്ലെ, ജി 13. ഓക്കെ, ടോട്ടൽ നമുക്ക് എയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 13 യൂണിറ്റ്സ് ആണ് ബിയിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നമ്മൾ അതായിരിക്കും അടുത്ത ഒരു എഡ്ജ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇത് എടുക്കുന്നു, ബി എടുത്തു. ഇനി നമ്മൾ അടുത്തത് ചൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബിയും ജിയും കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പൊ നോക്കി, ബിയിൽ നിന്നുള്ള വെയിറ്റുകൾ നോക്കാം. ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ പറ്റില്ലേ? ബിയിൽ നിന്ന് സിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് 13 യൂണിറ്റ്സ് ആണ് ബി വരെ വരാൻ വേണ്ടത്. സോ സിയിലേക്ക് എത്ര വരും? ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ബിയും ഇപ്പോൾ ഉള്ള 13 പ്ലസ് 9 വരും.
22 വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊരെണ്ണം കിട്ടി. ഇനി എഫിലേക്ക് നോക്കുവാണെങ്കിലോ, എഫ് നമുക്ക് എവിടുന്ന പോകാൻ പറ്റുന്നത്? ബിയിൽ നിന്ന് പോകാം. ഉള്ള 13 പ്ലസ് ഈ 10 യൂണിറ്റ്സ് എത്ര വരും? 23 എന്ന് വരും. അപ്പൊ നമുക്ക് സി എഫും ബിയിൽ നിന്ന് രണ്ടെണ്ണം കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് മുമ്പ് എഴുതിയ ജിയുടെ വെയിറ്റ്സും കിടപ്പുണ്ട്. ഏതൊക്കെയാ കിടക്കാൻ നോക്കിയേ? 14 കിടപ്പുണ്ട്, 16 കിടപ്പുണ്ട്. ഇതിനകത്ത് വലിയ നമുക്കൊരു ചെറിയ വാല്യൂ 14. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതായിരിക്കും ചൂസ് ചെയ്യുന്നത്. സോ ആ ഒരു എഡ്ജാണ് എടുത്തിരിക്കുന്നത്, ഏറ്റവും ചെറിയ വാല്യൂ. നമുക്കുള്ള പോസിബിലിറ്റീസിൽ ഏറ്റവും ചെറിയ വാല്യൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സൈക്കിൾ ആകാതെ, അതായത് ചെറിയ വാല്യൂ എടുക്കുമ്പോൾ ഇത് കണക്ട് ചെയ്ത് സൈക്കിൾ ആകാതിരിക്കാൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അതും കിട്ടി. ബിയിൽ നിന്ന് പോരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഓരോ എഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇതൊന്ന് മാറ്റി മുട്ടും. ഇവിടെ ജിയിലല്ല, നമ്മൾ ബിയിൽ നിന്ന് എടുക്കുവാണ്. ബിയിൽ നമുക്ക് നോക്കിയാൽ പോലും ഡിസ്റ്റൻസ് എത്ര വരുന്നത്? ബിയിൽ നിന്ന് ജിയിൽ വരണം. നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ബി ടു 40 എന്ന രീതിയിൽ വരും. നമുക്ക് ഐ എന്നുള്ള ആ ഒരു എഡ്ജും കൂടെ കിട്ടി. ജി ഐ എന്ന എഡ്ജും കൂടെ കിട്ടി. ഇനി അടുത്ത നോക്കിക്കേ, ഐയിൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. ഐയിൽ നിന്ന് ഏതൊക്കെ എഡ്ജുണ്ട്? ഐയിൽ നിന്ന് ജി ഉണ്ട്, ഐയിൽ നിന്ന് എഫ് ഉണ്ട്. ഐയിൽ നിന്ന് എഫിലേക്ക് എത്രയാണ് വരുന്നത്? ഐ വരെ വന്നപ്പോൾ നമുക്ക് 14 വരുന്നത്. സോ എഫിലേക്ക് അടുത്ത എത്രയാകും? ഐയിൽ നിന്ന് നമുക്ക് വരുന്നത് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഓൾറെഡി 14 പ്ലസ് ഈ 7 21 എന്നൊരു വാല്യൂ വരും. ദെൻ അതേപോലെ അടുത്തത് എച്ചിലേക്ക് കൊടുക്കാമല്ലോ. എത്രയാണ്? ഐയിൽ നിന്ന് 14 1 പ്ലസ് 15 വരും. ഇത് നോക്കി, എച്ച് ആണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നത്, 15. നമ്മൾ അടുത്ത ഏതെടുക്കും? 15. ഇത് ചൂസ് ചെയ്യും. ഇനി നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുവാണ്. നമ്മുടെ എഫും പിന്നെ സിയും കൂടെ വരണം. എഫ് സിയും കൂടെ നമുക്ക് ഇനി രണ്ട് വെർട്ടെക്സിലൂടെ കണക്ട് ചെയ്താലേ നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് ആവുള്ളൂ. എല്ലാ വെർട്ടെക്സിനെയും കണക്ട് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് പാത്ത് ആവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ഇനി ഐ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കി, എച്ചിൽ നിന്ന് ആകെ ഒരു എഡ്ജ് പോകുന്നുള്ളൂ, അത് എയിലേക്കാണ്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ആകും. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പൊ ഏതാ വരുന്നത്? ഐയിൽ നിന്ന് എഫിലേക്ക് വരുന്നതാണ് ഏതാ? ഈ എഴുതിയേക്കുന്നത് 21. അപ്പൊ നമുക്ക് എഫ് എടുക്കാൻ പറ്റും. ഇത് കിട്ടി. ഓക്കെ, ഇനി നോക്കിക്കേ, എഫിൽ നിന്ന് നമുക്ക് ബിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ബി എടുത്തു കഴിഞ്ഞു. ബി എടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? സൈക്കിൾ ആവും. അപ്പൊ നമുക്കിനി സിയിലേക്ക് നോക്കിയാൽ മതി. എഫ് വരെ നമുക്ക് റൈറ്റിനുള്ള വെയിറ്റ് എത്ര? 21. 21 പ്ലസ് 2. സിയിലേക്ക് എത്ര വെയിറ്റ് വരും? സിയിലേക്ക് വരുന്നത് എഫിൽ നിന്ന് 21 പ്ലസ് 2 23 വരും. ഓൾറെഡി നമുക്ക് മുന്നൊരു വെയിറ്റ് കിടപ്പുണ്ടല്ലോ സിക്ക്. ഏതാ? B22. ബിയിൽ നിന്ന് 22 എന്നൊരു വെയിറ്റും കിടപ്പുണ്ട്, സിയിൽ നിന്ന് 23 ഉണ്ട്. അപ്പൊ 22 അല്ലേ ചെറുത്. അപ്പൊ നമ്മൾ എന്തെടുക്കും? ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ റെഡ് കളർ കൊണ്ട് വരച്ചിരിക്കുന്ന ഇതാണ് നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് ആയിട്ട് കിട്ടാൻ പോകുന്നത്. എല്ലാ വെർട്ടെക്സിനെയും കണക്ട് ചെയ്ത ഷോർട്ടസ്റ്റ് പാത്ത് ആയിട്ട് കിട്ടാൻ പോകുന്ന ഇതാണ്. ഇതിപ്പോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ എഴുതി ചെയ്തു. നമുക്ക് ഓരോ 1 by 1 സ്റ്റെപ്സ് ആയിട്ട് ഇങ്ങനെ എഴുതി ചെയ്യാനുണ്ട്. നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്കിതല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസും കൂടെ ഉണ്ട്. എക്സ്പ്ലനേഷൻ തന്നല്ലോ, എങ്ങനെ എടുക്കുന്നത് കണ്ടില്ലേ? ഒരു ഈസി മെത്തേഡും കൂടെ ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു ടേബിളിലാണ്. പൊതുവെ ആ ടേബിൾ അങ്ങനെ നമ്മൾ കാണിക്കാറില്ല, പക്ഷെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ആ ടേബിളാണ്. ഈ ഗ്രാഫും ആ ഒരു ടേബിളും വരച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ആ മെത്തേഡും കൂടെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഒറ്റ ടേബിളിൽ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അതൊന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആ ഗ്രാഫ് ഒന്നുകൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുതായിട്ടാണ്, പക്ഷെ ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മുടെ എല്ലാ വെർട്ടെക്സും കൊടുത്തിട്ടുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, എസ് ഉണ്ട്, ഐ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ വെർട്ടെക്സുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുമ്പേ ചെയ്ത സ്റ്റെപ്പുകളില്ലേ, ആ സ്റ്റെപ്പ് 1 by 1 ഇവിടെ എഴുതിയാണ് ചെയ്യാൻ പോകുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നേ, നമ്മളൊരു 6 വെർട്ടെക്സ് എടുക്കുന്നു. ആ 6 വെർട്ടെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോകുന്നത് നമ്മൾ 0 വെയിറ്റ് കൊടുക്കുന്നു. അപ്പം നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, വേറൊരു വെർട്ടെക്സിലേക്ക് മൂവ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഇൻഫിനിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വെർട്ടെക്സിനും താഴെ ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ കൊടുക്കും.
നമ്മൾ എടുത്തിരിക്കുന്ന ഈ 0 എന്നുള്ള ബോക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മളത് വേറെ കളറിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്ന വെർട്ടെക്സ് ആണ്, അതുകൊണ്ട് എടുക്കുന്ന വെർട്ടെക്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ നമ്മൾ എയിൽ നിന്ന് പോകുന്ന എഡ്ജുകൾ നോക്കിയല്ലേ, ഏതൊക്കെയായിരുന്നു? ഒന്ന് ബി, ഒന്ന് ജി, ഒന്ന് എച്ച്. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് എഴുതാം. എയുടെ വാല്യൂ എപ്പോഴും 0 ആണ്. ഓക്കെ, ബിയിലേക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ബിയിലേക്ക് 14. സിയിലേക്ക് എഡ്ജ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഇൻഫിനിറ്റ് എടുക്കാം. എഫിലേക്ക് എഡ്ജ് ഉണ്ടോ? ഇല്ല. ഇൻഫിനിറ്റ് എടുക്കാം. ജിയിൽ എത്രയാണ്? 10. ഓക്കെ, ഇനി അടുത്തേതാ? എച്ചില് 17. ഐയിലേക്കാണോ ഡയറക്റ്റ്? ഇല്ല. അപ്പൊ ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് നമുക്ക് ആദ്യത്തേത് വരുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ഏതായിരുന്നു? ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് 14 അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ആ 14 ചൂസ് ചെയ്യും. ഇനി നമുക്ക് ജസ്റ്റ് എടുത്തൊന്ന് എഴുതി വെക്കാവേ. ഇവിടെ നമ്മൾ എ എന്നുള്ള വെർട്ടെക്സ് എടുത്തു, ഇവിടെ നമ്മൾ ബി എന്നുള്ള വെർട്ടെക്സ് എടുത്തു. ഡിസ്റ്റൻസ് എത്ര? എ 14 എന്ന രീതിയിൽ എടുത്തു. ഇനി അടുത്ത ഏതാ വരുന്നത്? എയുടെ വാല്യൂ അഗൈൻ 0 തന്നെ. ബിയുടെ വാല്യൂ എന്തായി? ബിയുടെ വാല്യൂ നമുക്ക് 14. അതിന് അങ്ങനെ നിന്നാൽ മതി. അതും ഓക്കെ. ഇനി ബിയിൽ നിന്നുള്ള എഡ്ജുകൾ ഏതൊക്കെയായിരുന്നു? എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒന്ന് സിയിലേക്കും ഒന്ന് ജിയിലേക്കും. ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ 40 എന്നുള്ള വാല്യൂ 14 10 അല്ലേ? ശരിയായിട്ടോ, നിങ്ങളെന്താ എന്നെ ഓർമ്മിപ്പിക്കാതിരുന്നേ? നല്ല പിള്ളേരാ. നമുക്ക് എടുക്കേണ്ട ഏതാണ്? ജി ഏത് എടുക്കുന്നത്? ഓക്കെ, ജി 10 ആണ് യൂസ് ചെയ്യേണ്ടത്. സോറി. ഓക്കെ, നമ്മൾ ജി എടുത്തു. ഇനി ജിയിൽ നമ്മൾ സെക്കൻഡ് എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ വാല്യൂസ് ഒക്കെ ഒന്നുകൂടെ നമുക്ക് എഴുതാം. ഇനി നോക്കി, ജി നോക്കി, ജിന്ന് സിയിലേക്ക് ഡയറക്റ്റ് ഉണ്ടോ? ജിന്ന് സിയിലേക്ക് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ജിന്ന് സിയിലേക്ക് ഉണ്ടോ? നോക്കിയിട്ട് പറയില്ലേ? ഇല്ലല്ലോ. ജിന്ന് സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കും. ജിന്ന് എഫിലേക്കോ? ഇല്ല. അവിടെയും എന്ത് ചെയ്യും? ഇൻഫിനിറ്റി കൊടുക്കും. ജി ഓൾറെഡി എടുത്ത കാരണം ഇനി അവിടുത്തെ വാല്യൂ എന്തിനാണ്? റിമൈനിങ് 10 ആണ്. ജിന്ന് എച്ചിലേക്ക് ഉണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പം 10 ഓൾറെഡി ഉണ്ട്. നമുക്ക് അവിടുത്തെ വാല്യൂ അഗൈൻ എന്താണ് വരുന്നത്? ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന 10ഉം ജിയിൽ നിന്ന് എച്ചിലേക്കുള്ള വെയിറ്റ് എത്രയാണ്? നോക്കി, ജിയിൽ നിന്ന് എച്ചിലേക്ക് 6. അപ്പൊ ഈ വാല്യൂ എന്തായി? 16 ആയി. ഇനി ജിയിൽ നിന്ന് ഐയിലേക്കുള്ള വെയിറ്റ് എത്രയാണ്? 4. അപ്പൊ അതെന്തായി? 14 ആയി. അതേപോലെ ജിയിൽ നിന്ന് ബിയിലേക്കുള്ള എത്രയാണ്? 3 ആണ്. അപ്പോൾ എടുത്തിരിക്കുന്ന 10 + 3 13 ആണ്. ഇതാണ് നമ്മുടെ വാല്യൂസ്. ഇനി ഇതിനകത്ത് ഏറ്റവും മിനിമൽ വാല്യൂ ഏതാണ്? 13 ഉണ്ട്, 10 ഉണ്ട്, 16 ഉണ്ട്, 4 ഉണ്ട്. നമുക്ക് അറിയാൻ വാല്യൂ ദാറ്റ് ഈസ് 13. ഓക്കെ, അപ്പൊ നമ്മൾ ആ 13 മാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വെർട്ടെക്സ് ബി ആണ്. എങ്ങനെ വരുന്ന വെയിറ്റ്? ജിയിൽ നിന്ന് 13 യൂണിറ്റ്സ് വന്നു. ഇനി അടുത്ത് നോക്കാം. എയുടെ എന്താ വരുന്നത്? എ സ്റ്റാർട്ടിങ് പോലെ 0 വരും. ഇനി ബിയുടെ എന്താ വരുന്നത്? ബിയുടെ നമുക്ക് കിട്ടി ഓൾറെഡി 13 ആയി. ഇനി ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ബിയിൽ നിന്ന് സിയിലേക്ക് ഉണ്ടല്ലോ? ഉണ്ട്. എത്രയാ വരുന്നത്? ബി ഇപ്പൊ നിൽക്കുന്ന വാല്യൂ 13 ആണ്. 13 + 9 22. എഫിലേക്കുണ്ടോ? എഫിലേക്കുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. 13 + 10 23. ഇനി ജി ഓൾറെഡി വന്നു. വാല്യൂ എത്രയാണ്? 10 ആണ്. അതിനങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കത്തുള്ളൂ. അടുത്തേതാ? എച്ച്. എച്ചിന് നമുക്ക് എത്ര വാല്യൂ വരുന്നേ? എച്ച് മുമ്പ് നിൽക്കുന്ന സെയിം വാല്യൂ വരും അല്ലേ? കാര്യം എന്താ? ജിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഇപ്പൊ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എയിൽ നിന്ന് ഓൾറെഡി 17 ആണ്. അത് ഹൈയസ്റ്റ് ആണ്. അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ 16 കിട്ടുന്നുണ്ട്. അതേപോലെ ഐയിലേക്ക് പോകുമ്പോഴാണ് മിനിമം വരുന്നത് ജിയിൽ നിന്നാണ് 14. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയതിനകത്ത് 13 ഓൾറെഡി നമ്മൾ എടുത്തു വാല്യൂ ആണ്. അതിൽ നമ്മൾ നോക്കണ്ട. പിന്നെ ഏതാ വരുന്ന? 14. പിന്നെയുള്ള മിനിമം വാല്യൂ 14 ആണ്. അപ്പൊ നമ്മൾ ആ വാല്യൂ ആണ് ചൂസ് ചെയ്യുന്നത്. അത് ഏത് വെർട്ടെക്സാ? ഐ എന്നുള്ള വെർട്ടെക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഐ എന്നുള്ള വെർട്ടെക്സ് എഴുതാം. ടോട്ടൽ വെയിറ്റ് ഇപ്പൊ നമ്മൾ എവിടുന്നാ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ വെയിറ്റ് നമ്മൾ എവിടുന്നാ പറഞ്ഞിരിക്കുന്നത്? ബി ആണ് നമ്മൾ ലാസ്റ്റ് എടുത്ത് നിർത്തിക്കുന്ന വെർട്ടെക്സ്. നമ്മൾ ബിയിൽ നിന്ന് 14 യൂണിറ്റ്സ് ആണ് പറയുക. ഓക്കെ, ലാസ്റ്റ് എടുത്ത് നിർത്തിക്കുന്ന വെർട്ടെക്സ് ആണ് പറയാനായിട്ട്. ഇനി നെക്സ്റ്റ് അടുത്ത വെർട്ടെക്സിലേക്ക് പോവാം. ഓക്കെ,
എ എന്താണ് 0 തന്നെ വരും. ഇനിയിപ്പോ നമ്മൾ ഐ എടുത്തു, ഐയിൽ നിന്ന് ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ട്? ഒന്ന് എഫിലേക്കും ഒന്ന് എച്ചിലേക്കുമാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ബിക്ക് ചേഞ്ച് ഇല്ല, സിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമോ? സിക്കും ചേഞ്ച് ഒന്നുമില്ല. എഫിന് ചേഞ്ച് ഉണ്ട്, കാരണം ഇപ്പൊ കിട്ടിയിരിക്കുന്ന 14ഉം ഐയിൽ നിന്ന് എഫിലേക്കുള്ള വെയിറ്റ് 7ഉം. അപ്പൊ എത്ര വരും? 22. ഓക്കെ, ഇവിടെ നമുക്ക് 21 കിട്ടും അല്ലെ. 14 + 7 21 കിട്ടും. ജി ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് 6 ആണ്. എച്ചിന്റെ വെയിറ്റ് എന്താവും? ഐയിൽ നിന്ന് എച്ചിലേക്ക് 1 യൂണിറ്റ് ആണ്. സോ ഐ വരെയുള്ള വെയിറ്റ് എത്രയാ? 14 കിട്ടിയേക്കുന്നത്. 14 + 1 15. ഐ എടുത്തോണ്ട് അതിന്റെ വെയിറ്റ് ഫിക്സ്. ഇതില് നമുക്ക് ഫിക്സ് ആയ 14ഉം 2ഉം 13ഉം കഴിഞ്ഞ നെക്സ്റ്റ് വരുന്ന മിനിമൽ വാല്യൂ ഏതാണ്? 15 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇനി ആ ഒരു വെർട്ടെക്സിനെ ചൂസ് ചെയ്യും. എത്ര എടുത്തേക്കുന്നത്? എച്ച് ആണ് എടുത്തിരിക്കുന്നത്. എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ഐയിൽ നിന്ന് ടോട്ടൽ വെയിറ്റ് എത്ര വരും? 15 വരും. ഇതാണ് അടുത്തത്. ഇനി നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ ഒരു ബോക്സ് മറന്നു കൊടുക്കണം കേട്ടോ. 8 സ്റ്റെപ്പിന്റെ ഒരു ബോക്സ് മറന്നു. സീരിയസ്ലി ഞാൻ മറന്നു പോയത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത നമുക്ക് എയുടെ വാല്യൂ ഫിക്സ് ആയി, ബിയുടെ വാല്യൂ ഫിക്സ് ആയി, സി ഫിക്സ് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന എച്ചിൽ നിന്ന് സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എഡ്ജ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കിട്ടിയിരിക്കുന്ന സിയുടെ വാല്യൂ 22 തന്നെ എഴുതാം. ഇനി എച്ചിൽ നിന്ന് എഫിലേക്ക് എച്ചിൽ നിന്ന് എഫിലേക്കും ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യും? അത് വാല്യൂ 21 തന്നെ കീപ്പ് ചെയ്യണം. അതൊക്കെ നമ്മൾ 10, 15 ഫിക്സ് ആയി, 14 ഫിക്സ് ആയി. ഇനി ഇതിന്റെ ചെറിയ വാല്യൂ ഇതാ, ക്ലിയർലി 21 ആണല്ലേ നമ്മുടെ ചെറിയ വാല്യൂ. സോ ആ 21 ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ആ ഒരു എഡ്ജ് വെർട്ടെക്സ് നോക്കി എടുത്തിരിക്കുന്ന ഏതിന്റെയാ? കറസ്പോണ്ടിങ് വെർട്ടെക്സ് എഫ് ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് എടുത്ത വെർട്ടെക്സ് എച്ച് ആണ്. എച്ചിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട്? 21 യൂണിറ്റ്സ് ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, ആക്ച്വലി നമുക്ക് ഐയിൽ നിന്നാണ് വരുന്നത്. നോക്കുമ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ലാസ്റ്റ് വെർട്ടെക്സ് വെച്ചിട്ട് 21. നമ്മളെ ഒരു വെർട്ടെക്സ് സിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. എ ഫിക്സ് ആയി, ബി 30. ഇനി സി നോക്കി, ആ 2 കേസ് പറയുന്നു. ഒന്ന്, ബിയിൽ നിന്ന് വരുമ്പം നമുക്ക് എത്ര വരും? ബിയിൽ പോളിലുള്ള വെയിറ്റ് എത്രയാ? എയിൽ നിന്ന് ബിയിലുള്ള വെയിറ്റ് 13 ആണ്. 13 + 9 22 വരുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത പോസിബിലിറ്റി ആയിരുന്നു എഫ് വരെയുള്ള വെയിറ്റ് 21 + 23 വരുന്നുണ്ട്. ക്ലിയർലി മിനിമൽ ഏതാ? 22. മിനിമൽ മാത്രം എടുത്താൽ മതി. ഇപ്പൊ നമുക്ക് എന്തും കൂടെ കിട്ടും? ഫൈനൽ വെയിറ്റ് ആയിട്ട് ഈ 22 കൂടെ കിട്ടും. അപ്പൊ നമ്മൾ എന്തെഴുതും? സി എന്ന് പറഞ്ഞാൽ ബി 22 എന്ന് എഴുതും. ഇങ്ങനെ എഴുതിയാണ് നമ്മൾ എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോ ഷോർട്ടസ്റ്റ് പാത്ത് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് മുമ്പത്തെ കണ്ടുപിടിക്കും. സെയിം ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഇനി അതിന്റെ ഫൈനൽ ആയിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് പേജിൽ കാണിച്ചു തരാം. ഇതുപോലെ ബോക്സ് വരച്ച് വാല്യൂസ് എഴുതി നിങ്ങൾക്ക് ചെയ്യാം. ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ആഫ്റ്റർ ദ ഫിക്സിങ് നമ്മൾ ഒരു വെർട്ടെക്സിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് താഴെ വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാതെയും ഇരിക്കാം. ഇവിടെ 13 കിട്ടി കഴിഞ്ഞ് ഇവിടെ വാല്യൂസ് കൊടുക്കണമെന്നായിരിക്കും. അവർ കൺഫ്യൂഷൻസ് ഇഫ് യു വാണ്ട്. നമുക്കൊരു വാല്യൂ ഫിക്സ് ചെയ്ത് നമ്മൾ ബോക്സ് വെച്ച് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വാല്യൂ ഫിക്സ് ആണ്. ഇങ്ങനെ വാല്യൂ കൊടുക്കാതെ ഇരിക്കും. ബോക്സ് വെച്ച് ഫിക്സ് ആകുന്നത് വരെ വാല്യൂ ഇല്ല. മതി ഫിക്സ് ആയി കഴിഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് സെയിം വാല്യൂ റിപ്പീറ്റ് ആവത്തുള്ളൂ. നോട്ട് റിപ്പീറ്റ് അഗൈൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതാണ് നമുക്ക് സ്റ്റെപ്പ് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ ഈ ടേബിൾ വരച്ച് എഴുതുന്നതായിരിക്കും. മറ്റേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒത്തിരി എഴുതാനുണ്ട്. ഈ ടേബിൾ നിങ്ങൾ വയ്ക്കുക. എന്തായാലും ഒരു 3-4 സ്റ്റെപ്സ് ഉണ്ടാകും. അപ്പൊ അതുപോലെ കൊടുക്കുക. ദെൻ ഫർദർ ആയിട്ട് ചെയ്തു വരാം. ഇതിനകത്തൊരു ഈസി എത്ര സ്റ്റെപ്സ് ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു ഈസി വേ എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കുക. അത്രയും സ്റ്റെപ്പ് വരും. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് മൊത്തം 7 വെർട്ടെക്സ് വരുന്നുണ്ട്. 7 സ്റ്റെപ്പാണ് ആക്ച്വലി ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ 0 ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യുന്നത് കൂടാതെ 7 സ്റ്റെപ്പാണ് വരുന്നത്. എത്ര വെർട്ടെക്സ് ഉണ്ട് അത്രയും വെർട്ടെക്സ് വിളിക്കും. അത്രയും സ്റ്റെപ്പ് നമുക്ക് പറയുന്നത്. സോ അത്രയും സ്റ്റെപ്പ് പ്ലസ് നമ്മുടെ ഇനിഷ്യൽ ആർബിട്രറി വാല്യൂ എടുത്തിരിക്കുന്ന സ്റ്റേജും കൂടെ കൂട്ടി
n+1 എത്ര വെർട്ടെക്സ് ഉണ്ട് +1 സ്റ്റെപ്പുകളായിരിക്കും വരുന്നത്. സോ 7 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ 8 സ്റ്റെപ്പ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെയാണ് വന്ന് കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഒരു 5-6 എന്തായാലും കോളംസ് വരച്ചിട്ട് എഴുതി തുടങ്ങാം. ഫർദർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മാത്രം മതി. കുറച്ചൊരു ബെറ്റർ ടേബിൾ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഫൈനൽ ആൻസർ കാണാം. സോ ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, നമ്മളത് ആദ്യം വരച്ചത് തന്നെയാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇതൊന്ന് മനസ്സിലായിട്ടുണ്ടെന്ന്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് അൽഗോരിതം പഠിക്കാം.